മിനിറ്റ് കൊണ്ട് ട്രയൽ ബാലൻസ് പഠിക്കാൻ പറ്റുമോ? പറ്റും, നോക്കാം അല്ലേ. അതായത് ട്രയൽ ബാലൻസിന് ക്വസ്റ്റ്യൻ ഇതാ ഇതുപോലെ വരാം. പ്രിപ്പയർ എ ട്രയൽ ബാലൻസ്, എന്നിട്ട് ലെഡ്ജറുകളുടെ പേരും അതിന്റെ ഒക്കെ ബാലൻസും ഇങ്ങനെ ക്വസ്റ്റ്യനിൽ തരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ട്രയൽ ബാലൻസ് തയ്യാറാക്കണം. അപ്പോൾ ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റ് ആദ്യം വരയ്ക്കാം. എന്നിട്ട് ഈ ലെഡ്ജറുകളൊക്കെ അതേപോലെ ഇതാ ഇവിടേക്ക് കോപ്പി അടിച്ചെഴുതുക. ഓക്കെ, കോപ്പി അടിക്കുക മീൻസ് ആ ലെഡ്ജറുകളുടെ ഒക്കെ പേര് ഇങ്ങോട്ടേക്ക് പകർത്തി എഴുതുക. എന്നിട്ട് ഡെബിറ്റ് എമൗണ്ട് കോളമുണ്ട്, ക്രെഡിറ്റ് ബാലൻസ് കോളമുണ്ട്. അപ്പോൾ ഈ പറയുന്ന എമൗണ്ട് ഒന്നെങ്കിൽ അത് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കാം. അപ്പോൾ ഓരോ ലെഡ്ജറിന് നേരെയും ഒന്നെങ്കിൽ നിങ്ങൾ ആ എമൗണ്ട് എവിടെ എഴുതേണ്ടി വരും? ഡെബിറ്റിൽ എഴുതേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റിൽ എഴുതേണ്ടി വരും. അതെങ്ങനെ തീരുമാനിക്കും സാർ? അത് തീരുമാനിക്കാൻ എന്താ ഈ റൂൾ പഠിച്ചാൽ മതി. അത് എളുപ്പമാ. എടാ EDA, എടാ 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 EDA എന്ന് പറഞ്ഞാൽ എക്സ്പെൻസുകളും ഡ്രോയിങ്സും അസറ്റുമാണെങ്കിൽ, അതായത് ഈ തന്നതിൽ എക്സ്പെൻസുകൾ ഏതൊക്കെ? ഡ്രോയിങ്സ്, അസറ്റുകൾ എന്നിവയാണെങ്കിൽ നിങ്ങൾ ഇവിടെ എഴുതുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് അതിന്റെ ബാലൻസ് കോപ്പി അടിച്ച് എഴുതേണ്ടത്. ഓക്കെ, ഈ എമൗണ്ട് എവിടെ എഴുതണം? ഡെബിറ്റ് സൈഡിൽ. എന്നാൽ LIC, ലയബിലിറ്റിയും ഇൻകവും ക്യാപിറ്റലും ആണെങ്കിൽ, LIC ആണെങ്കിൽ LICന്റെ ലാസ്റ്റ് എന്താ? C, ക്രെഡിറ്റ്. എടാന്റെ ലാസ്റ്റ് ഡാ, എടാ ഡെബിറ്റ്. അപ്പൊ ഡെബിറ്റ് സൈഡിലും മറ്റേ LIC ആണെങ്കിൽ ക്രെഡിറ്റ്. അപ്പൊ ഇതിൽ ഏതൊക്കെ ലയബിലിറ്റി ഉണ്ട് നോക്കുക, ഇൻകം ഉണ്ട് നോക്കുക. അതെന്ത് ചെയ്യുക? ക്രെഡിറ്റ് സൈഡിലും എഴുതുക. എന്നിട്ട് മൊത്തം കൂട്ടി ടാലിയാക്കി എഴുതിയാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് ആ ബാലൻസ് മെത്തേഡിലെ ട്രയൽ ബാലൻസ് സിമ്പിൾ ആയിട്ട് മാർക്ക് മേടിക്കാൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യനുമായി കാണാം. ബൈ.